ഇടുക്കി മൂന്നാർ ചിന്നക്കനാലിൽ വാഹനത്തിന്റെ മുകളിൽ വീണ്ടും യുവാക്കളുടെ നിയമലംഘന യാത്ര. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുമ്പോഴും നിയമവിരുദ്ധ യാത്രയ്ക്ക് ഒരു കുറവുമില്ല. മൂന്നാർ ചിന്നക്കനാലിൽ വാഹനത്തിന്റെ മുകളിൽ യുവാക്കൾ നടത്തിയ അപകടയാത്രയുടെ നിയമലംഘന യാത്രയുടെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ കാണിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള നിയമലംഘന യാത്രകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പറയുമ്പോഴും പരിശോധനകൾ തുടരുമ്പോഴും നിയമവിരുദ്ധ യാത്രയ്ക്ക് യാതൊരു കുറവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് മൂന്നാറിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ നിയമലംഘന യാത്രയുടെ വിവരങ്ങൾ? എത്ര പേരാണ് മുകളിലിരിക്കുന്നത്? കാണുന്ന ദൃശ്യത്തിൽ നിന്ന് 3 പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് വിനോദസഞ്ചാരികളുടെ വാഹനമാണോ? ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ വൈദ്യുത കമ്പികളിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള കൊടും വളവുകളിലേക്ക് വളയുമ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വാഹനത്തിൻ്റെ മുകളിലേക്ക് വീഴാനും ആ വാഹനത്തിൽ ഉൾപ്പെടുന്നവരെ അപകടത്തിലാക്കാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നതിന് ഏതെങ്കിലും രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ടോ? ഇനി വാഹനത്തിനകത്ത് ആളുകൾ നിറയെ ഉള്ളതുകൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിലിരിക്കുകയാണോ? അതല്ല ഒരു രസത്തിന് കയറിയിരുന്ന് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചതാണോ? അതുമല്ല ഇങ്ങനെ കയറിയിരുന്ന് പിറകിൽ മറ്റൊരു വാഹനത്തിൽ റീൽസ് എടുക്കാൻ ലക്ഷ്യമായിരുന്നോ? എന്താണ് സംഭവം? ബനേഷ്, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് ടെമ്പോ ട്രാവലിന്റെ മുകളിൽ ഇരുന്നാണ് ഇത്തരത്തിൽ യുവാക്കൾ യാത്ര ചെയ്തത്. ഏകദേശം 4ഓളം യുവാക്കൾ ഉണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ നിയമവിരുദ്ധ യാത്രയ്ക്കെതിരെ നിലവിൽ പരിശോധന ഈ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുമ്പോഴും ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും മാറ്റുപ്പെട്ടി അടക്കം, അതായത് ചിന്നക്കനാല്, ഗ്യാപ്പ് റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധ യാത്ര വർദ്ധിക്കുന്നുവെന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അടക്കം കാറുകളിലും ഇത്തരത്തിലൊരു നിയമവിരുദ്ധ യാത്ര നടത്തിയിരുന്നു. ഇത് നിയമവിരുദ്ധ യാത്രയും കൂടെ അപകട യാത്ര കൂടിയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ചിന്നക്കനാൽ പവർ ഹൗസിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡാണ്. ചിന്നക്കനാൽ ടൗണിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് ഈ റോഡ്. ഈ റോഡിൽ വാഹനം പോകുമ്പോൾ തന്നെ കാണാം പല കുഴികളിൽ ചാടി വാഹനം കുലുങ്ങി പറഞ്ഞാണ് ഈ ഉള്ള യാത്ര. ഈ മുകളിലിരിക്കുന്ന യുവാക്കൾ ഈ വാഹനം കട്ടറിൽ ചാടുമ്പോൾ നിലത്ത് വീഴാനുള്ള സാധ്യതയേറെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുകളിലൂടെ ലൈൻ കമ്പി, അതായത് KCBയുടെ വൈദ്യുതി ലൈൻ മുകളിലൂടെ പോകുന്നുണ്ട്. ഈ വൈദ്യുതി ലൈനിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ തട്ടാനുള്ള ഒരു സാധ്യത ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കൂടും എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണത് തന്നെ. ഏതായാലും ഈ നിയമവിരുദ്ധ യാത്രയ്ക്കെതിരെ കർശനമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ പക്കൽ നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് ഈ വാഹനത്തിന്റെ നമ്പർ എല്ലാം വായിക്കാവുന്ന രീതിയിലാണോ? തീർച്ചയായും ഏകദേശം വ്യക്തമാണ്. TN 45 എന്നുള്ളൊരു വാഹനമാണ്, രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏതായാലും റീൽസ് എടുക്കാനല്ല ഇതിന്റെ മുകളിൽ ഈ യുവാക്കൾ കയറിയതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇവിടെയുള്ള ദൃശ്യഭംഗി, അതായത് കോടമഞ്ഞാണ്, നേരിയ ചാറ്റൽ മഴയുണ്ട്. ഈ ദൃശ്യഭംഗി വാഹനത്തിനുള്ളിൽ നിന്ന് രസിക്കാണ്ട് തന്നെ വാഹനത്തിന്റെ മുകളിൽ കയറി ഒരു അപകട യാത്ര ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം തന്നെയാണ്. പുറകിൽ നിന്നൊരു വാഹനമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നുണ്ട്. പക്ഷേ മൂന്നാറിലെ ഗതാഗതക്കുരുക്കിൽ പല സ്ഥലങ്ങളിലും മോട്ടോർ വാഹന വകുപ്പിന് ഓടിയെത്താൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലൊരു നിയമവിരുദ്ധ യാത്ര കണ്ടാൽ തന്നെ നടപടിയെടുക്കേണ്ട സാഹചര്യത്തിൽ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഈ വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കി അല്ലെങ്കിൽ ദൃശ്യങ്ങൾ സഹിതം ഈ നമ്മുടെ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള ചാനലുകളിൽ പോകുമ്പോൾ മാത്രമാണ് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെയും സമാന രീതിയിൽ ഇത്തരത്തിൽ ഈ ചിന്നക്കനാൽ മേഖലയിൽ ടൗണിൽ ഈ കാറിൽ യുവാക്കളുടെ ഒരു നിയമവിരുദ്ധ യാത്ര ഉണ്ടായിരുന്നു. അന്യസംസ്ഥാനത്തു നിന്നാണ് നിരവധി വാഹനങ്ങൾ ഇത്തരത്തിലൊരു നിയമവിരുദ്ധ യാത്ര നടത്തുന്നത്. ചിലപ്പോൾ ആ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നിയമവീഴ്ച ഉണ്ടായാൽ തന്നെ നടപടി ഉണ്ടാകാത്ത ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഈ കേരളത്തിലും ഇത് ആവർത്തിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധ യാത്ര നടത്തുന്നത്. ഏതായാലും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബനേഷ്.